പാൽ ചേർക്കാത്ത നല്ലൊരു ചായയാണ് ഞാൻ തയ്യാറാക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്താണ് ഞാനിത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണിത്. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ചെറുപഴം ചേർത്ത് നല്ലൊരു കടിയും തയ്യാറാക്കുന്നുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റാണിത്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 3 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ നമുക്കിതൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം അധികം വേണ്ടെങ്കിൽ 1 ചേർത്താൽ മതി. ഇത് ചെറുപഴമൊക്കെ നല്ല മധുരമുള്ളതാണ് ആയതുകൊണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് അരച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് അരച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇല്ലെങ്കിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു സോഡാപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ് അത്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു കളർ കിട്ടാനാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മാവിൽ വെള്ളം കൂടിയെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ മൈദാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. മാവ് ഇതുപോലെ ഇരിക്കണം കേട്ടോ. സ്പൂണിന് ഇതുപോലെ ചാടി വരും പോലെ ആയിരിക്കണേ. വെള്ളം കൂടി പോകരുത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. റെസ്റ്റിനൊന്നും വെക്കണ്ട. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും മതി. ഞാൻ ഓയിലിലാണ് തയ്യാറാക്കുന്നത്. അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കണേ. അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് വരാനാണ്. ഇതായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്യണേ. ആരും ലൈക്ക് ചെയ്യുന്നില്ല, ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഇതായി വരട്ടെ. ഇതായി വന്നിട്ടുണ്ട്. നമുക്കിതിനി പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയും കൂടെ ഇതുപോലെ ചുട്ടെടുക്കാം. എണ്ണ നല്ലപോലെ പോയി വരട്ടെ. കുട്ടികൾക്ക് 4 മണി ചായക്കൊക്കെ കൊടുക്കാൻ, സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. റവയിൽ തയ്യാറാക്കിയെടുത്താൽ നല്ല ടേസ്റ്റുമാണ്. പഞ്ഞി പോലെ ഇരിക്കുകയും ചെയ്യും. ഇത് എണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്നതുകൊണ്ട്. ഇതിലേക്കൊരു ചായ തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഏലക്ക ചതച്ചിട്ട് കൊടുക്കാം. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് കുറുകിയ പാലെടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയുടെ. ഇനി ഇത് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഒരു 3/4 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചായപ്പൊടി നല്ലപോലെ തിളച്ച് വരുമ്പോൾ അത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലാണ്. ഇനി ഇത് തിളച്ച് പോകരുത്. തീ ഓണാക്കിയതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ തേങ്ങാപ്പാലായതുകൊണ്ട് പിരിഞ്ഞു പോകും.
ചായ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് ഇത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. അരിച്ചെടുത്തതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ചായ നിങ്ങൾ തയ്യാറാക്കി നോക്കണേ. നല്ല ടേസ്റ്റി ചായയാണ്. പാലൊക്കെ ഇല്ലാത്ത സമയത്ത് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ചായയാണിത്. നല്ലൊരു ടേസ്റ്റി കടിയും കൂടിയാണ് കേട്ടോ ഇത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ.